പിതാവിനും പുത്രനും പരിശുദ്ധനും സ്തുതി ആദ്യമുതൽ എന്നേക്കും തന്നെ ആമേൻ. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, മാവേലിക്കര ഭദ്രാസനത്തിന്റെ MGOCSM അംഗങ്ങളെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരുമേ കർത്താവിന്റെ വന്യനാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ ഒരു അനുഭവമായി തീരുവാൻ തക്കവണ്ണം നോയമ്പ് വിചാരണം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പദ്ധതിയിലേക്ക് വന്നു ചേരുമ്പോൾ 3 ആശയങ്ങൾ നിങ്ങൾക്കുമായിട്ട് ഒന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മൾക്ക് കർത്താവിന്റെ ഉയർപ്പിലേക്ക് നമുക്ക് ചെന്ന് ചേരണമെങ്കിൽ ഒന്ന് കാൽവരി മലയിൽ നമ്മൾ വലിഞ്ഞു കയറണം എന്നുള്ള ആദ്യത്തെ പടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്രകാരം നമ്മൾ ഈ കാൽവരി മലയിൽ കൂടി കടക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് അതിന്റെ ഉന്നതത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യനെയും സ്വഭാവത്തെയും നമ്മളെ കീപ്പോട്ടാക്കുന്നത്, ഈ ഭൂമിയിൽ നമ്മളെ ബന്ധിപ്പിക്കുന്നതായിട്ടുള്ള സർവത്തെയും നമ്മൾ നിന്ന് ഒഴിഞ്ഞു മാറി നമ്മൾക്ക് ദൈവസന്നിധിയിൽ എത്തുവാൻ തക്കവണ്ണം ഒരു ശുദ്ധീകരണത്തിന്റെ ഒരു അനുഭവം നമ്മൾക്ക് ഏവർക്കും കൈവരുത്തേണ്ടിയിരിക്കുന്നു. അപ്രകാരം ഉള്ള ഒരു മലകയറ്റത്തിൽ കൂടി മാത്രമേ നമ്മൾക്ക് കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിൽ കാണുവാനും അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ആ കുരിശിന്റെ സ്നേഹത്തിന്റെ ചുവട്ടിൽ നമ്മളുടെ എല്ലാ പാപങ്ങളെയും ഭാരങ്ങളെയും നമ്മൾക്ക് താഴ്ത്തു വെക്കുവാൻ തക്കവണ്ണം നമ്മളുടെ ഭാരച്ചുമൂടുകളെ നമ്മളിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയാകണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. രണ്ടർക്കും നമ്മൾക്ക് കർത്താവ് വഹിക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു കുരിശ് കർത്താവ് തന്നിട്ടുണ്ട്. പരിശുദ്ധനായ പൗലോസ്ലീഹ 1 കൊരിന്ത്യരുടെ 10:13 പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾക്ക് താങ്ങാൻ ആവുന്ന കുരിശ് മാത്രമേ നമുക്ക് ദൈവം തരുന്നുള്ളൂ. ആ കുരിശ് നമുക്ക് തരുമ്പോൾ അതിനെ താങ്ങുവാനായിട്ടുള്ള കൃപയും കർത്താവ് നമുക്ക് തരുന്നുണ്ട്. അപ്രകാരം ഈ കുരിശ് വഹിച്ചുകൊണ്ട് കർത്താവിന്റെ കൂടെ നമ്മളുടെ ഭാരച്ചുമടുകളെ നമ്മൾ വഹിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കാണ് കർത്താവിന്റെ ജീവിതവുമായിട്ട് നമുക്ക് താതാത്മ്യം പ്രാപിക്കുവാൻ സാധിക്കുന്നത്. എപ്രകാരം കർത്താവ് കുരിശെടുത്ത് മറ്റുള്ളവർക്ക് ജീവനെ സമർപ്പിച്ചോ അപ്രകാരം തന്നെ നമ്മുടെ ജീവനം നമ്മൾക്ക് ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ മറ്റുള്ളവരോടുള്ള സ്നേഹം, മറ്റുള്ളവരോടുള്ള സേവനം, ഇവ നമ്മുടെ ജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങളായിട്ട് മാറുകയാണ്. ഒരു ആശയം കൂടി പറഞ്ഞുകൊള്ളട്ടെ. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ പങ്കാളികളാകുവാൻ തക്കവണ്ണം നമ്മൾ ഈ നോയമ്പ് ആചരിക്കുന്നു. ജീവന്റെ കിരീടം നമുക്ക് ജീവിതത്തിന്റെ അന്ത്യമായിട്ട് നമുക്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയാകണം എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്രകാരം കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പങ്കാളികളായി കർത്താവിനോട് കൂടി താതാമ്യം പ്രാപിച്ച് സാമ്യം പ്രാപിച്ചുകൊണ്ട് ആ സാദൃശ്യത്തിലായി തരുവാൻ തക്കവണ്ണം ദൈവത്തമ്പുരാൻ ഈ നോയമ്പിന്റെ അനുഭവം നമ്മളെ ഏവരെയും നയിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, തേജസ്കരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.